എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. എനിക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് കറിവേപ്പില കിട്ടിയേ. നമ്മൾ നാട്ടിലൊന്നും അല്ലെങ്കിലേ കറിവേപ്പിലയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ അല്ലെങ്കിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് വെച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ പക്ഷേ വലിയ കുഴപ്പമില്ല. എങ്കിലും ചില സ്ഥലങ്ങളിലൊന്നും കറിവേപ്പില കിട്ടുകയും കൂടിയില്ല. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ സൂക്ഷിച്ച് വെക്കാം? കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന മെത്തേഡുകളാണ്. അറിയാൻ വയ്യാത്തവർക്കായി ഇതൊന്ന് ഷെയർ ചെയ്യണം. കറിവേപ്പില കിട്ടിക്കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതിനെ ഒന്ന് മുക്കി വെക്കണം വെള്ളത്തിൽ. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത ശേഷം ഒന്നീ ടിഷ്യൂ പേപ്പറൊക്കെ നിരത്തി വെച്ച് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം വെള്ളം പെട്ടെന്ന് തോർന്ന് കിട്ടിക്കോളും. അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് വെള്ളം തോർന്ന ശേഷം മാത്രം ഇതിനെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോ തണ്ടായിട്ട് ഇതിനെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. വലിയ ഒരു കമ്പിൽ നിന്ന് ഓരോ തണ്ടുകളായിട്ട് ഇങ്ങനെ എടുത്ത് ഇല നമുക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് ഇത് ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന കവറിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാ തണ്ടുകളും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ആ വലിയ കമ്പുകൾ അങ്ങ് മാറ്റി വെക്കണേ. ഞാനിപ്പം കറിവേപ്പിലയെല്ലാം ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് ഒതുക്കി കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് 2 ടിഷ്യൂ പേപ്പർ എടുക്കുക. അത് ചെറുതായി ഒന്ന് മടക്കുക. മടക്കിയിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ അതൊന്ന് മടക്കുക. മടക്കിയിട്ട് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു അടപ്പെടുത്ത് നമുക്ക് നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെത്തേഡ് തന്നെയാണ്. രണ്ടാമതായിട്ട് ഒരു ഐസ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ തണ്ടിൽ നിന്നും ഇലകൾ മാത്രം എടുത്ത് ഈ ഒരു ഐസ് ട്രേയിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് ഇത് കേട്ടോ. നമുക്ക് ഒരുപാട് നാൾ ഇത് നന്നായിട്ട് ഫ്രഷായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുകയും ചെയ്യും. ഇതിന് മുകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഐസ് ക്യൂബൊക്കെ തയ്യാറാക്കാൻ ചെയ്യുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. കറിവേപ്പില വെച്ചുള്ള ഐസ് ക്യൂബ് തയ്യാറായിട്ടുണ്ട്. ഇനിയും ഇത് നമുക്കൊരു സിപ്ലോ കവറിലാണ്. ഞാനിപ്പം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് എടുത്തതേ ഉള്ളൂ. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഒരു സിപ്ലോ കവറിനകത്താക്കി അത് നമുക്ക് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണേ. അതായത് ഇപ്പോൾ രാവിലെ എടുത്ത് നമുക്ക് കറികൾക്കൊക്കെ ആയിട്ട് രാവിലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ പോയി നന്നായിട്ട് നമുക്ക് കറിവേപ്പില തന്നെ കിട്ടുകയും ചെയ്യും. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായിരുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.